ഞാൻ റോളയിലേക്ക് എൻ്റെ ഉപ്പാൻ്റെ കൂടെയായിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫാദർ. അപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര പനിയും തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ റോളയിലുള്ള അബൂബക്കർ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. അപ്പോൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ ഉപ്പാൻ്റെ കൂടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് അബൂബക്കർ മെഡിക്കൽ സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ 2:30 ആയിരുന്നു അല്ലേ. നല്ല വെയിലാണ്. റോളാ സ്ക്വയർ അങ്ങനെ എന്തോ ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇവിടേക്കാണ് ലൈറ്റ് ഉള്ളത്, ഭയങ്കര ഡാർക്ക് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിൽ വന്നു. ഇപ്പോൾ ഇവിടെ ഡിഫൻസിലാണ് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 35-36 ഇയേഴ്സായി, 36 വർഷമായി ഇപ്പോൾ ഇവിടെ പ്രവാസിയായിട്ട്. ഇനി ഇപ്പം നാട്ടിൽ റിസൈൻ ചെയ്ത് പോവാണ്. ഇപ്പൊക്കെ എന്താണ് പറയാനുള്ളത്? റിസൈൻ ചെയ്തപ്പോൾ മോളടുത്ത് വന്നതാണ്. ഇനി ഒരാഴ്ച ഇവിടെ ഷാർജയിൽ ഞാൻ ഉണ്ടാവും, ഇവിടെ കൂടെ വേറെ കുട്ടികളെ ഒറ്റയടിക്ക് നാട്ടിൽ പോകണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാണ് കേട്ടോ. കാരണം ഒരു പ്രവാസി ആവുന്ന സമയത്ത് UAE പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫാമിലി മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ കൂടെ മക്കളുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് നാട്ടിൽ പോകാനാണ് ഇപ്പാന്റെ പ്ലാന്. ഇൻഷാല്ല ഞാനും ചിലപ്പോൾ ആകെ നമുക്കൊരു വീക്കെൻഡിൽ 2 ദിവസം ലീവ് കിട്ടും. അപ്പം മിക്ക പ്രവാസികളും ആഗ്രഹിക്കുന്നത് നല്ലവണ്ണം ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആസ് യൂഷ്വൽ വാപ്പയും അങ്ങനെ തന്നെ ആയിരുന്നു. കുറേ ഞാൻ ചോദിക്കും നിങ്ങൾ ഓരോ സ്പോട്ട് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടോന്ന്. അവർക്ക് ഒന്നാമത് അതിനുള്ള ക്രൈസും ഇല്ല. അവർ ആഗ്രഹിക്കുന്നത് കുറച്ച് റെസ്റ്റും. എൻ്റെ ജോലി അബുദാബിയിലാണ്, ഇവളിപ്പോൾ ഷാർജയിലാണ്. അപ്പോൾ എപ്പോഴും വരാൻ പറ്റാത്ത അത്ര ദൂരമല്ലേ ഷാർജ. അപ്പോൾ അബുദാബിയിൽ ജോലി ഒഴിവാക്കിയാണ്ട് ഇവിടെ വന്നിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെ കുട്ടികളെ കൂടെ ഇപ്പോൾ ഒരാഴ്ച ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ഒരാഴ്ച ചെറിയ സ്ഥലങ്ങളൊക്കെ പോയി നമ്മള് മക്കളെ ഉപ്പാന്റെ കൂടെ ഞാനും മക്കളും ഉപ്പാന്റെ കൂടെ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നല്ല നല്ല മൊമെന്റ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇൻഷാല്ല നമ്മള് മാത്രമേ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവൂ. സമയം അതെ നമ്മുടെ സമയം കടന്നു പോവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി കുറേ പ്രായമായിട്ട് ഈ ഒരു മൊമെന്റ് കിട്ടണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്കിത് തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ പ്രസന്റ് എന്താണോ ഉള്ളത് അത് പ്രഷ്യസ് മൊമെന്റ് ആക്കാൻ നോക്കുക അല്ലേ. ഹാപ്പി മൊമെന്റ്സ്. അതെ ഹാപ്പി മൊമെന്റ്സ് നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ്. ഇനി എന്തായാലും ഇപ്പൊ നെക്സ്റ്റ് വീക്ക് മൊത്തം എന്റെ മക്കളുടെയും കൂടെ ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ല നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോകണം അല്ലേ. ഞാനും മോളിപ്പോൾ ഉള്ളത് റോള സ്ക്വയർ പാർക്കിലാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മകളെടുത്ത് വന്നായിരുന്നു. അപ്പോൾ അവൾക്ക് ചെറിയ പനി. അപ്പോൾ അവളെ ഇവിടെ അടുത്തുള്ള ഒരു അബൂബക്കർ ഡോക്ടർ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് മെഡിക്കൽ സെന്ററിൽ വന്നാണ്. അവളെ ഡോക്ടറെ കാണിച്ചു, അങ്ങനെ ഗുളികയൊക്കെ തന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ റിലാക്സ് ആകാന്ന് കരുതിയിട്ട് പാർക്കിലേക്ക് വന്നതാണ്. 2 dirham ടിക്കറ്റ് ആണ് ഒരാൾക്ക്. പക്ഷെ ഇവിടെ എന്താ ഗുണം എന്ന് വെച്ചാല് വണ്ടിയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പാർക്കിംഗ് ആണെങ്കിലും ശരി എപ്പോഴും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതാണ് ഇപ്പോൾ കൂടുതൽ ഒരു സൗകര്യം വണ്ടിക്കാർക്ക്. ഇനി ഫാമിലി ആയിട്ട് നമ്മളിവിടെ റോളയിലൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനും അതുപോലെ നല്ല ഫുഡൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പേര് ഇപ്പം ഫുഡൊക്കെ വന്ന് കൊടുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. സ്ഥലമൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു 2 o'clock എത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഭയങ്കര ചൂടാണെന്നല്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കരോക്കിട്ട് 2 പാട്ടൊക്കെ പാടിയിട്ടോ. എത്ര പറഞ്ഞാലും ഉപ്പൻ്റെ കൂടെ ഏത് നിമിഷവും ഭയങ്കര സന്തോഷമുള്ളതാണ്. ഉപ്പയാണേലും ഉമ്മയാണെങ്കിലും അവരുടെ ആ ഒരു പ്രസൻസ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. എന്തായാലും എന്നും ഇതുപോലെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.